വടക്കൻ ഗാസയിൽ 24 മണിക്കൂറിനിടെ ഡസൻ കണക്കിന് ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വധിച്ചു. ഗാസയിൽ ഹമാസിന്റെ ഉന്മൂലനം വൻതോതിലാണ് നടക്കുന്നത്. കമാൽ അദ്വാൻ ആശുപത്രിയിലെ ഹമാസിന്റെ കേന്ദ്രം തകർത്തതോടെ ബാക്കി ഹമാസുകാരെല്ലാം താവളവും മേധാവികളും ഇല്ലാതെ അലയുകയും ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കുകയുമാണ്. ഇത്രനാൾ പിടിച്ചുനിന്ന ഹമാസുകാരിൽ പലരും ഇപ്പോൾ ഇസ്രായേലിന്റെ പീരങ്കിക്കും ബോംബിനും ഇരയാകുന്നു. പാലസ്തീനിലെ വടക്കൻ ഗാസയിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ദിവസങ്ങളോളം നീണ്ടുനിന്ന ഓപ്പറേഷനുകളായിരുന്നു അവിടെ നടന്നത്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ നൂറുകണക്കിന് ഭീകര പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അവിടെ വെടിക്കോപ്പും ടാങ്ക് ഷെല്ലുകളും നിരവധി തവണ ഉപയോഗിച്ചു. ഡസൻ കണക്കിന് തീവ്രവാദികളെ കണ്ടെത്തി അവരെ പരലോകത്തേക്ക് അയക്കുകയും ചെയ്തു. IDFന്റെ വക്താക്കൾ അറിയിച്ചതനുസരിച്ച് 401 കവചിത ബ്രിഗേഡ്, ഗ്രാവിറ്റി ഇൻഫൻട്രി ബ്രിഗേഡ്, എലൈറ്റ് മൾട്ടി ഡൊമൈൻ യൂണിറ്റ് തുടങ്ങിയവർ സംയുക്തമായിട്ടാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ആ പ്രദേശത്തു നിന്നും പലായനം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അവർ അതിനു മുന്നേ തന്നെ തീവ്രവാദികൾക്ക് നൽകിയിരുന്നു. ആക്രമണത്തിന് മുന്നോടിയായി മൊസാദ് രഹസ്യ അന്വേഷണം നടത്തുകയും തുടർന്ന് 10,000-കണക്കിന് തീവ്രവാദികളെ കണ്ടെത്തുകയും IDF അവരെ വധിക്കുകയുമാണ് ഉണ്ടായത്. പല തീവ്രവാദി കൂട്ടങ്ങളെയും സൈന്യം പതിയിരുന്ന് ഉന്മൂലനം ചെയ്തു. കയ്യിൽ ആയുധങ്ങളുമായി ഓടിപ്പോകുന്നത് കണ്ടെത്തിയ ശേഷം അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ ശേഖരിച്ചിരുന്നു. പ്രദേശത്തെ ആശുപത്രിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ഇസ്രായേൽ സേനയുടെ റെയ്ഡ് ഒടുവിൽ അവസാനിപ്പിച്ചതായി IDF ഔദ്യോഗിക വൃത്തങ്ങൾ വിവരം നൽകിയ ശേഷമാണ് അവിടെ കടന്നുകൂടിയ തീവ്രവാദികളെ തുരത്തുകയും ചെയ്തത്. ഒക്ടോബർ ആദ്യം മുതൽ ജബാലിയ മേഖലയിൽ IDF പ്രവർത്തിക്കുന്നുണ്ട്. പ്രദേശത്ത് അവശേഷിക്കുന്ന ഹമാസ് ഷെല്ലുകൾ താരതമ്യേന കടുത്ത പ്രതിരോധം നേരിടുന്നുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെ തർക്ക വിഷയങ്ങളാക്കിയാണ് വടക്കൻ ഗാസയിലേക്കുള്ള സാധാരണക്കാരുടെ തിരിച്ചുവരവ്. ഗാസയിലെ ആശുപത്രികളിൽ വീണ്ടും യുദ്ധക്കളങ്ങളായി മാറി. ആരോഗ്യ സംവിധാനം കടുത്ത ഭീഷണിയിലാണ്. WHO ഡയറക്ടർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: നൂറുകണക്കിന് ഭീകരവാദികൾ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നുള്ള അഭയ കേന്ദ്രമായി മെഡിക്കൽ സൗകര്യം ഉപയോഗിച്ചു വരുന്നുവെന്ന് ആരോപിച്ചതിനു ശേഷം കമാൽ അദ്വാനിൽ ആശുപത്രിയിലെ ജബാലിയയിലെ ഹമാസിന്റെ അവസാന കോട്ട എന്ന് IDF വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ അവസാനത്തോടെ മെഡിക്കൽ സെന്ററിൽ IDF അവസാനമായി പ്രവർത്തിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ കമാൽ അദ്വാനിലേക്ക് മടങ്ങിയതായും സൈന്യം അറിയിച്ചിരുന്നു. അതേസമയം ഗാസയിലെ കമാൽ അദ്വാനിൽ ആശുപത്രിയിൽ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി ഹമാസ് നേതാക്കൾ ഉൾപ്പെടെ 240 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സേന IDF അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ചയായിരുന്നു ഓപ്പറേഷൻ ആരംഭിച്ചത്. തീവ്രവാദികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഓപ്പറേഷൻ നടന്നത്. രോഗികളായി നടിച്ചു ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പല ഹമാസ് ഭീകരരെയും കൈയോടെ പിടികൂടിയതായും IDF അറിയിച്ചിരുന്നു. 240-ലധികം ഹമാസ് ഇസ്ലാമിക ജിഹാദ് ഭീകരർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായും സംശയിക്കുന്നതായും മറ്റു പ്രവർത്തകർ എന്നിവരെ പിടികൂടിയിട്ടുണ്ടതായും അവരിൽ ചിലർ രോഗികളായി നടിക്കുകയോ ആംബുലൻസ് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നു എന്നാണ് IDF വൃത്തങ്ങൾ അറിയിച്ചതും. കമാൽ അദ്വാനിൽ ഹോസ്പിറ്റൽ ഡയറക്ടറെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹമാസിന്റെ പ്രവർത്തകനാണ് എന്ന് സംശയിക്കുന്നതിനാലാണ് ചോദ്യം ചെയ്തത്. ഓപ്പറേഷന്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ കൈവശം വെച്ചിരുന്ന ഗ്രനൈഡുകൾ, തോക്കുകൾ, യുദ്ധ ഉപകരണങ്ങൾ, സൈനിക ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുക്കുകയും ചെയ്തതായും IDF അറിയിച്ചിരുന്നു. ഗാസയിലെ കമാൽ അദ്വാനിൽ ഹോസ്പിറ്റലിലെ ചുറ്റുമുള്ള മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.